ചർച്ചയിലേക്ക് നമുക്കൊപ്പം എം ഷാഫി കൂടി ചേരുകയാണ്. അഫാന്റെ ബന്ധുവാണ്, പാങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയാണ്. ശ്രീ ഷാഫി, 24 മണിക്കൂറിന് ഇപ്പോഴും പിന്നിടുമ്പോഴും ആ ഞെട്ടൽ മാറുന്നില്ല. അവിശ്വസനീയമായിരുന്നു ആദ്യം ഈ വാർത്ത കേൾക്കുമ്പോൾ, ഇപ്പോഴും വിശ്വസിക്കാനാകാത്തത് തന്നെയാണ്. വലിയ ഞെട്ടലിലാണ്. ആ നാടും ആ മനോനിലയിൽ തന്നെ ആകും എന്ന് തന്നെയാണ് കരുതുന്നത്. ഈ അഫാന്റെ കുടുംബത്തെ വളരെ അടുത്ത് പരിചയമുള്ള വ്യക്തി എന്ന നിലയിൽ ഇവിടെ പലപ്പോഴും ഈ കുട്ടി ഇതിനു മുൻപ് ഇത്തരം മനോവൈകല്യങ്ങൾ പ്രകടിപ്പിച്ചിട്ടുണ്ടാകാമെന്ന സംശയം മനഃശാസ്ത്രജ്ഞർ ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. എന്തെങ്കിലും സൂചനകൾ അല്ലെങ്കിൽ സ്വഭാവ വൈകല്യത്തിൻ്റെതായ സൂചനകൾ ഉണ്ടായിട്ടുണ്ടോ? നേരത്തെ എന്തെങ്കിലും അറിവുണ്ടോ? അഫാൻ എന്നാണ്, അമ്മാൻ എന്നല്ല, അഫാൻ എന്നാണ് പ്രതിയുടെ പേര്. അഫാൻ, AFAN. ഇയാള് ഇവിടെ അയാളുടെ അച്ഛന്റെ അമ്മയുടെ വീടാണ് ഇവിടെ ഉള്ളത്. ഇയാളുടെ അച്ഛൻ ജനിച്ചു വളർന്നതും ഇവരുടെ ഈ അമ്മയ്ക്ക് 11 മക്കളാണ്. അതിലൊരാളാണ് മരണപ്പെട്ടു പോയിട്ടുള്ളത്. അതിലിളയാൾ റഹീമിന്റെ മകനാണ് ഈ അഫാൻ എന്ന് പറയുന്ന ഈ കൊലപാതകം നടത്തിയ പ്രതി. ഇയാൾ വളരെ ചെറുതിലെ ഈ അമ്മുമ്മയുടെ കൂടെ നിന്നാണ് വളർന്നത്. ഇയാളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ അതിനുശേഷം ഇവർ പുല്ലമ്പാറ പഞ്ചായത്തിൽ വീട് വാങ്ങി അവിടെ താമസമാവുകയും അവിടെ നിന്ന് വിദ്യാഭ്യാസം നടത്തുകയും വിദേശത്ത് പോവുകയും ഒക്കെയാണ് ചെയ്തത്. ഈ പാങ്ങോടിനെ സംബന്ധിച്ചിടത്തോളം അഫാന്റെ സ്വഭാവത്തിനെ കുറിച്ച് വലിയ പിടി ആർക്കുമില്ല. പക്ഷെ അയാളുടെ അടുത്ത ബന്ധുക്കൾ ഇന്ന് മോർച്ചറിയിൽ വെച്ചും അല്ലാതെ മരണ വീട്ടിൽ വെച്ചും അടക്ക സ്ഥലത്ത് വെച്ചും ഒക്കെ ഞാൻ സംസാരിച്ചപ്പോൾ മറ്റു ദുരൂഹതയൊന്നും ഈ അഫാനെ കുറിച്ച് ബന്ധുക്കൾക്കോ നാട്ടുകാർക്കോ അറിയില്ല. അന്തർമുഖനായ ഒരു യുവാവായി പൊതുസമൂഹവുമായി യാതൊരുവിധ ബന്ധവും പുലർത്താത്തൊരു സ്വഭാവം ഉണ്ടായിരുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന് കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുമ്പ് ഈ അച്ഛന്റെ അമ്മയോട് വന്ന് സ്വർണ്ണാഭരണങ്ങൾ ആവശ്യപ്പെടുകയും തൻ്റെ കഴുത്തിലുള്ള ചെറിയ മാലകൾ അത് തൻ്റെ മരണാനന്തര ചടങ്ങുകൾക്കായി താൻ വെച്ചിരിക്കുന്നതാണ്, അത് ആർക്കും കൊടുക്കില്ല മക്കളെ എന്ന് പറഞ്ഞു എന്നാണ് ബന്ധുക്കൾ. അത് കേട്ട് മടങ്ങിപ്പോയ അഫാന് കൊടുക്കാത്തതിലുള്ള ഒരു നീരസവും വൈരാഗ്യവും ഈ അച്ചാമ്മയോട് തോന്നിക്കാണും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനുശേഷം വലിയച്ഛൻ ലത്തീഫ് എന്ന് പറയുന്ന ആളിനെയും വലിയച്ഛന്റെ ഭാര്യ ഷാഹിദ എന്ന് പറയുന്ന സ്ത്രീയെയും അതിക്രൂരമായി കൊലപ്പെടുത്താനുണ്ടായ കാരണം ഇദ്ദേഹത്തിന്റെ അച്ഛനുണ്ടായിരുന്ന കടങ്ങൾ തീർക്കാൻ അദ്ദേഹത്തിന് നേരത്തെ സഹായിച്ചു. വീണ്ടും പണം ആവശ്യപ്പെട്ടപ്പോൾ അങ്ങനെ തരാനില്ല എന്ന് ഏതെങ്കിലും പ്രോപ്പർട്ടിയോ ഏതെങ്കിലും വിറ്റിട്ട് ആ കടം തീർത്തിട്ട് അപ്പോൾ അദ്ദേഹത്തിന് കൊടുക്കാനുള്ള പണം തിരികെ വേണമെന്ന് അദ്ദേഹം പറഞ്ഞതിലുള്ള വൈരാഗ്യം കൊണ്ടാണ് അദ്ദേഹത്തിനെയും ഭാര്യയെയും വധിച്ചത് എന്നാണ് മനസ്സിലാക്കുന്നത്. സ്വന്തം ക്യാൻസർ ബാധിതയായ സ്വന്തം അമ്മയെയും താൻ ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്ന അനുജനായ അഫ്സാൻ, 14 വയസ്സുള്ള അഫ്സാനെയും തന്നെ മാത്രം ആശ്രയിച്ചുകൊണ്ട് സ്വന്തം രക്ഷകർത്താക്കളെയും വീടും ഉപേക്ഷിച്ചുകൊണ്ട് വന്ന പെൺസുഹൃത്ത് ഫർസാനയെയും ഇത്രയും ക്രൂരമായി കൊല്ലാൻ ഉണ്ടായ ചേതോവികാരം, മാനസികാവസ്ഥ അതൊരു നോർമൽ മനസ്സിന് കഴിയില്ല എന്നാണ് സാമാന്യ ബുദ്ധിക്ക് മനസ്സിലാക്കുന്നത്. ന്യൂസ് 80യുടെ ആങ്കർ കണ്ടു കാണും മോർച്ചറിയിലും അല്ലാതെയും ഒക്കെ ഈ ഫർസാനയുടെയും ഈ പ്രിയപ്പെട്ട അയാളുടെ അനുജൻ അഫ്സാന്റെയും ഒക്കെ മൃതദേഹത്തിന്റെ രൂപം. എത്ര ക്രൂരമായാണ് ആ പെൺകുട്ടിയെ മുഖത്തടിച്ച് ചതച്ച് മുഖം വികൃതമാക്കി, ആ ആളിനെ പോലും തിരിച്ചറിയാൻ ഒരു രൂപമില്ലാത്ത നിലയിൽ അതിക്രൂരമായി ആണ് എല്ലാവരെയും, എസ്പെഷ്യലി ഈ ഫർസാനെയും അഫ്സാനെയും. ഏറ്റവും അയാൾ ഇഷ്ടപ്പെട്ടു എന്ന് അവകാശപ്പെടുന്ന കൊലയാളി അവകാശപ്പെടുന്ന 2 ആളുകൾ. അപ്പോ ഇയാൾ എന്തോ മാരകമായ മയക്കുമരുന്നിന് അടിമയല്ലാതെ, ഇത്രയും ക്രൂരമായ ഒരു വികൃത മനസ്സിലല്ലാതെ ഈ നിലയിൽ ഒരു കൊലപാതകം നടത്താൻ കഴിയില്ല എന്നാണ് കഴിഞ്ഞ 10-35 വർഷത്തെ പൊതുപ്രവർത്തന അനുഭവം കൊണ്ട് ഞാൻ മനസ്സിലാക്കി. ഏതെങ്കിലും ഒരു വൈരാഗ്യത്തിൽ ഒരു കൃഷകാത്രയായ 95 വയസ്സായ ആ അമ്മയെ
അതിക്രൂരമായാണ് ഈ ആമർ ഉപയോഗിച്ച് തലയുടെ ബാക്കിൽ പിടലിയുടെ ഭാഗത്ത് 2 പ്രാവശ്യം. ആദ്യം ചെയ്ത കൊലപാതകം അതാണ് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഏതെങ്കിലും വൈരാഗ്യമുണ്ടെങ്കിൽ സാധാരണഗതിയിൽ അത് കഴിഞ്ഞ് വെഞ്ഞാറമൂട്ടിലേക്കുള്ള അരമണിക്കൂറുള്ള യാത്രയിൽ ആ വൈരാഗ്യം അടങ്ങുകയും മനസ്താപം ഉണ്ടാവുകയും ചെയ്യും. പക്ഷെ അവിടെ നിന്ന് ഊർജം ഉൾക്കൊണ്ടുകൊണ്ടാണ് ചെന്ന് അമ്മയെയും അനുജനെയും കാമുകിയെയും കൊന്നു. അതിനുശേഷമാണ് വലിയച്ഛനെയും വലിയമ്മയെയും. ഇത് നിസ്സാരമായ ഒരു സംഭവമാണെന്നും അയാൾ പിന്നെ വളരെ മാന്യനാണെന്നും അദ്ദേഹം മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളല്ല എന്നുമൊക്കെ പറഞ്ഞാൽ ഇത് സമൂഹത്തിന് തെറ്റായ വലിയ സന്ദേശം. തീർച്ചയായും ഇന്ന് ഷാഫി, കൂടുതൽ അടുത്തുള്ള ബന്ധുക്കൾ, അയൽക്കാർ, അങ്ങനെയുള്ളവരോടൊക്കെയും സംസാരിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള വ്യക്തിയാണല്ലോ താങ്കൾ. ഇയാൾ ലഹരി ഉപയോഗിക്കുമായിരുന്നു എന്ന വിവരം അറിയാൻ കഴിഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ ഈ കുറ്റകൃത്യം നടത്തുന്ന സമയത്ത് ലഹരിയുടെ അടിമയെ ആയിരുന്നു എന്ന് പറയുന്നുണ്ടോ? മദ്യപിച്ചിരുന്നു, അമിതമായി മദ്യപിച്ചിരുന്നു എന്ന് പോലീസിനോട് പറഞ്ഞു എന്നാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ അറിയാൻ കഴിയുന്നത്. അതാണ് ഇവിടെ പറയുന്ന ഒരു കാര്യം. പിന്നെ അയൽവാസികളോടും ബന്ധുക്കളോടും ചോദിച്ചപ്പോൾ അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡുള്ള ആളെ അല്ല എന്നാണ് ഇദ്ദേഹത്തിന് കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ്. പക്ഷേ ഈ പറയുന്ന അയൽവക്കക്കാർ പറയുന്നു ഈ പെൺ സുഹൃത്ത് 2 ദിവസമായി ഈ വീട്ടിലുള്ള വിവരം ഇവർക്കാർക്കും അറിയില്ല. ഇവിടെ 2 പേരേ ഉള്ളൂ, മൂന്നാമതൊരാളെ കൊന്നിടാൻ സാധ്യതയില്ല എന്നാണ് ചെന്ന പോലീസിനോട്. 2 പേരുള്ള വീട്ടിൽ 3 പേരെ എങ്ങനെ കൊല്ലുമെന്നാണ് അയൽവാസികൾ പൂട്ടു പൊളിച്ച് കതവ് പൊളിച്ച് ആ വീട് സെർച്ച് ചെയ്യാൻ നിന്ന പോലീസിനോട് പറഞ്ഞു. അപ്പോൾ ഈ തൊട്ടടുത്ത വീട്ടിലുള്ള ആളുകളെ ഇത്ര വിദഗ്ധമായി ഒളിപ്പിച്ചുകൊണ്ട് 2 ദിവസം 19 വയസ്സായ ഒരു പെൺകുട്ടിയെ കൂടെ താമസിക്കാൻ ഉള്ള അത്രയും വിദഗ്ധമായ, അത്രയും തന്ത്രശാലിയായ പിന്നെ ഈ അഫാൻ, അദ്ദേഹത്തിന് ദുരൂഹമായ മനസ്സുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആങ്കറും സമൂഹവും മനസ്സിലാക്കാനുള്ള കാര്യം, ഇന്ന് ഞാൻ പല ആളുകളുമായി സംസാരിച്ചതിൽ മറ്റ് ഈ കേരളത്തിലെ വൃദ്ധ മാതാപിതാക്കൾ, അമ്മമാർ, സഹോദരന്മാർ, കാമുകിമാർ എല്ലാം ഭയവിഹ്വലരാണ്. ആരെ വിശ്വസിച്ച് എങ്ങനെ ഉറങ്ങും? സ്വന്തം ചെറുമക്കളെ അല്ലെങ്കിൽ പിന്നെ പൗത്രന്മാരെ പൗത്രിമാരെ എങ്ങനെ വിശ്വസിച്ച് ചേർത്തണച്ച് കൂടെ കിടത്തി ഉറക്കും? ഇവരിൽ നിന്ന് എങ്ങനെ മാതാപിതാക്കൾക്ക് രക്ഷയുണ്ടാകും എന്ന ഒരു വലിയ ഉത്കണ്ഠ ഇന്ന് കേരളത്തിലെ പിന്നെ പൊതുസമൂഹം പങ്കിടുന്നു എന്നുള്ളത് നമ്മുടെ കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ ആശങ്കയകറ്റാൻ പൊതുപ്രവർത്തകരായ ഞങ്ങൾക്കും സോഷ്യൽ മീഡിയ പ്രവർത്തകരായ നിങ്ങൾക്കും ഗവൺമെന്റിനും തീർച്ചയായും എല്ലാവരെയും ആശങ്കപ്പെടുത്തുന്ന ഒരു സാഹചര്യം തന്നെയാണത്.